ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ കഥ പറയാമെന്ന എപ്പിസോഡ് വിജയകരമായിട്ട് 3 കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 4ാമത്തെ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നത് നമ്മുടെ 90 കിഡ്സിൻ്റെ ഒരു ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ കാഴ്ചകൾ, വിശേഷങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ വന്നതാണ്. ഞങ്ങൾ രതി നിർവേദം കാണാൻ പോയ വിശേഷങ്ങളാണ് പറയുന്നത്. രതി നിർവേദം ഫസ്റ്റ് അല്ല, സെക്കൻഡ്. അതായത് ഇത് നമ്മുടെ ശ്വേത ചേച്ചി അഭിനയിച്ച പടം. അതിന് മുന്നേ ജയഭാരതി അഭിനയിച്ച പടത്തിൻ്റെ കാര്യങ്ങളല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സിനിമ ഇറങ്ങുന്ന സമയത്തൊന്നും യൂട്യൂബ് റിവ്യൂസ് യൂട്യൂബുണ്ട്. യൂട്യൂബിൽ മലയാളി റിവ്യൂവേഴ്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, നമ്മൾ ലൂസിഫർ കാണാതെ എമ്പുരാൻ കാണാൻ പോകുന്നവരോടൊന്ന് പറഞ്ഞ പോലെ പഴയ രതി നിർവേദം കാണാതെ പുതിയ രതി നിർവേദം കാണാൻ പോകുന്നവരോടൊന്ന് പറഞ്ഞു തരാനോ അങ്ങനത്തെ വീഡിയോസ് നെറ്റിൽ സെർച്ച് ചെയ്യാനോ ഇപ്പോഴുള്ള പോലെയൊന്നും ആൻഡ്രോയിഡ് ഫോണുകളും കാര്യങ്ങളൊന്നും അന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഉണ്ടെങ്കിലും വളരെ വിരളം പേരിലാണ്. 90 കിഡ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പടം എന്ന രീതിയിലുള്ള പടമാണ് രതി നിർവേദം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഞാൻ ആരെങ്കിലും കാണുമെന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവത്തിലുള്ള ഒരു പോക്കും വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഗ്യാങ്ങിൽ 4 ആൾക്കാർ, ഒരു 3S 6 എന്ന് പറഞ്ഞാൽ ഞാൻ റെനിലെ, പിന്നെ ഒരു 3S, ഞങ്ങൾ 3 ആളും കൂടി ഡിഗ്രി ഫസ്റ്റ് ഇയർ, 4 ആളും കൂടി ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് ഈ പടം കാണാൻ പോയത്. എൻ്റെ പേര് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ, വേറെ ആരും പറയണില്ല. അപ്പോൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ മൊബൈലിൻ്റെ ഉള്ളിൽ ലാപ്പിൽ നമുക്ക് എന്ത് 18+ കണ്ടൻറ്റ് എങ്ങനെയാണെങ്കിലും കിട്ടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള കാലമാണ് ഇപ്പോൾ. അപ്പോൾ അന്ന് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി പോയി കാണണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങൾ നിന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്തു, 2 ദിവസം പ്ലാൻ ചെയ്തു, 3 ദിവസം പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ 4 ആളും കൂടി സിനിമയ്ക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും അറിയണവരുണ്ടാവുമോ, ഇതിപ്പോൾ എത്രത്തോളം അഡൾട്ട് കണ്ടന്റ് ഉള്ള പടമാണ്, ഞാൻ ആരെങ്കിലും കണ്ടിട്ട് വീട്ടിൽ പോയി പറയുമോ, അപ്പം അങ്ങനത്തെ ഒരു പേടിയും അതൊക്കെ ഉള്ളൊരു സമയത്താണ്. എന്നാലും പോയി കാണാം, ഡിഗ്രി അല്ലേ പഠിക്കണം, 12 വയസ്സ് കഴിഞ്ഞല്ലോ, ധൈര്യമായിട്ട് പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. കുന്നോളം ഭാവന തിയേറ്ററിലെ, ലിറ്റിൽ ഭാവനയല്ല. ഞങ്ങൾ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഏകദേശം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരു തിയേറ്ററുകളിൽ ഒന്നാണ് കുന്നോളം ഭാവന. രാഗം പോലത്തെ ഒന്നും കമ്പയർ ചെയ്യില്ല, എന്നാലും അങ്ങനെ വലിയൊരു 400-450 സീറ്റൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ആ സിനിമ കാണാൻ പോണത്. ഏകദേശം അന്നൊക്കെ അത്യാവശ്യം നിറച്ച ആൾക്കാരുണ്ട്. സിനിമ തുടങ്ങി, ശ്വേതാമേനനെ കാണിക്കാൻ പിന്നെ ഒരു നടീനെ കാണിക്കുന്നുണ്ട്. ഓരോ സീനിലും ആർപ്പുവിളിയും കൂക്കുവിളിയും, പിന്നെ ഓരോ സീൻ കാണിക്കുമ്പോൾ ഓരോ ഇതൊക്കെ. അന്നൊക്കെ ആ ഒരു സിനിമ കാണുന്ന സമയത്തൊക്കെ തിയേറ്ററിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം പോലും മലയാള സിനിമയിൽ വളരെ കുറവാണ്. ഞങ്ങൾ ഇരുന്ന് ഇത്രയും ഫ്രീ ആയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് കണ്ടായിരുന്നൊരിത്. അപ്പോൾ ഇൻ്റർവെൽ സമയത്തൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, ഇതാണ് ഇത്രയും വലിയ ഇത് ഏപ്പടം എന്ന് പറഞ്ഞിരുന്നത്, 18+ എന്ന് പറഞ്ഞിരുന്നത്, ഇതിലിപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് ഒക്കെയാണ് പലരും ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇതാണോ ഈ പടം കാണാനാണ് നമ്മളൊക്കെ പേടിച്ചിട്ട്, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വീട്ടുകാരെയൊക്കെ പേടിച്ച് ആരെങ്കിലും അറിയണവരുണ്ടോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ഒരു സാധാരണ മലയാളം സിനിമ, ഒരു പണ്ടത്തെ മലയാള സിനിമകളിൽ കാണിക്കാവുന്ന രംഗങ്ങളിലപ്പുറം ഒരുപാടൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള പല കമൻസും സിനിമ അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പഴയ രതി നിർവേദം കണ്ടിട്ടില്ലേ? അപ്പം അത് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള പല ആൾക്കാർ തന്നെ പഴയ രതി നിർവേദം, അങ്ങനെ പഴയ രതി നിർവേദം ഉണ്ടെന്ന് പോലും അറിയാതെ ഈ ശ്വേതാമേനനും അഭിനയിച്ച രതി നിർവേദം കാണാൻ പോയവരുണ്ട്. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ ഇപ്പോഴത്തെ ഈ 4K കിഡ്സ് എന്ന് പറയുന്നത്, ഈ 2K കിഡ്സിനൊന്നും ഇതൊന്നും മനസ്സിലാവില്ല. കാരണം അവർക്ക് ഇപ്പം എന്താ വെച്ചാൽ ഈ മൊബൈലിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും എല്ലാ സൗകര്യവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ രതി നിർവേദം പോലത്തെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷനൊന്നും അവർക്കില്ല. കാരണം ഇപ്പോൾ ഇറങ്ങണ പല പടങ്ങളും 13+, 18+ ഉദ്ദേശിക്കുന്ന ഈ അഡൾട്ട് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഈ രക്തം കുറച്ച് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് മാർക്ക് ഇറങ്ങിയ സമയത്തൊക്കെ 18 വയസ്സാവാത്തവരെ തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല, സിനിമ കാണിക്കാൻ പറ്റില്ല. പിന്നെ കാണുമ്പോൾ ഈ ചെറുപ്പം എന്ന് പറഞ്ഞ പിള്ളേരൊക്കെയാണെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ID കാർഡ് കാണിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളും പിന്നെ സിനിമയെ കുറിച്ചുള്ള റിവ്യൂസിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് കേട്ടോ രതി നിർവേദം കാണാൻ പോയത്. ഇനി ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, അതൊക്കെ വായിക്കാണ്ട കാര്യം. ഞങ്ങളുടെ നാട്ടിലിപ്പോൾ കുന്നോളം ഭാഗത്ത് ഇങ്ങനെ 18+ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുള്ള പടങ്ങളിൽ നിന്ന്
മെയിനായിട്ട് ഞാൻ അറിഞ്ഞേക്കുന്ന ജവഹർ തിയേറ്ററാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷമാണ് അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത്. അതിൽ ഞാൻ കുന്നംകുളത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങണ ബൈക്ക് അല്ലെങ്കിൽ ബസ്സിൽ പോയി തുടങ്ങിയ കാലം മുതൽ അതിൽ ഫുള്ള് 18+ അല്ലെങ്കിൽ അഡൽട്ട് കണ്ടന്റ് ഉള്ള പടങ്ങളാണ്. ബി ഗ്രേഡ് മൂവീസ്, അങ്ങനത്തെ മൂവീസ് തന്നെയാണ് അതിൽ ഉണ്ടാവുമെന്ന് കേട്ടായിരുന്നു. അതിന് പോകുമ്പോൾ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഞാനിതുവരെ അതിലേക്കൊന്നും കയറിയിട്ടില്ല. ഭാവനയിൽ കയറിയിട്ടുണ്ട്. 18+ മൂവീസ് എന്നുള്ള രീതിയിലേക്ക് ആദ്യമായിട്ട് കണ്ടതും നിർവേദമാണ്. അതിനുശേഷം അങ്ങനത്തെ ഒരു അഡൽട്ട് കണ്ടന്റ് മൂവി എന്നുള്ള രീതിയിലേക്ക് തിയേറ്ററിൽ പോയിട്ട് വേറെ പടമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിലിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന പലർക്കും ഞാൻ പറഞ്ഞ 666 ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതിലൊരു വേറെ ആൾ കുറവുണ്ട്, ആൾ വന്നില്ല. പിന്നെ സെക്കൻഡ് ഇയറിലാകുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു എയും കൂടി കിട്ടി. ഞാൻ ഓരോരുത്തരുടെ പേരിൻ്റെ ഷോർട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അവൻ ആ വർഷം ഉണ്ടായിരുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞങ്ങളായിട്ട് അത്രയും കമ്പനി അവനും വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ടില്ല. ഈ ജവഹർ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം പറയാണ്, ഈ ജവഹർ തിയേറ്ററിലൊക്കെ പോകുന്നവർ തലയിൽ മുണ്ടിട്ടാണ് പോവുക. അവിടെ ചെല്ലുമ്പോൾ അറിയണവരുണ്ടാവും. അതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ടില്ല. വളരെ സൗകര്യം കുറഞ്ഞ, അത് വർഷങ്ങളായിട്ട് വളരെ സൗകര്യം കുറഞ്ഞ വളരെ മോശം അവസ്ഥയുള്ള തിയേറ്റർ തന്നെയായിരുന്നു. കുന്നംകുളത്തുള്ള തിയേറ്ററിൽ ഏറ്റവും പഴക്കമുള്ള തിയേറ്ററായിരുന്നു. കുറച്ച് ആൾക്കാർ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. ഏറ്റവും പഴയ സൗകര്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം കൂടി തിയേറ്ററാണ് കുന്നംകുളത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ലേറ്റസ്റ്റ് ഇപ്പോൾ ഭാവനയിലാണെങ്കിൽ തന്നെ ഭാവനയുടെ ലിറ്റിൽ ഭാവന അപ്ഡേറ്റ് ആയിട്ട് അടിപൊളി തിയേറ്ററായിട്ട് വന്നേക്കുന്നത്. കുന്നംകുളത്താണെങ്കിൽ പിന്നെ JRH ജയ പോയില്ലേ, ഇപ്പോൾ JRH പോയിട്ട് RH മാത്രമാണ് ഉള്ളത്. പിന്നെ താവൂസ് വലിയ കാര്യമൊന്നുമില്ല. അവരെന്തൊക്കെ തട്ടിക്കൂട്ടി ചെയ്തെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. താവൂസിലും പിന്നെ 18+ മൂവീസ് കളിച്ചെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പോയിട്ടുമില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഞാൻ സാധാരണ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദിവസം എന്താ കണ്ടന്റ് എന്നിങ്ങനെ ഇന്ന് വൈകിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് ആലോചിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കണ നേരത്ത് ഈ പടത്തിലത്തെ ഒരു പിക്ക് അതിൽ മറ്റേ ചെമ്പകപ്പൂങ്കാവിലെ ഞാൻ തോന്നുന്നുണ്ട് ഒരു സോങ്, അതിങ്ങനെ ഓർമ്മ വന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫുള്ള് മഴ പെയ്യണ മഴയും പിന്നെ ആളുകൾ നടക്കണത് റോഡൊക്കെ കാണിച്ചിട്ട് നാട്ടുവഴിയിൽ കാറ്റ് മൂളണ എന്നുള്ള പാട്ട് നിർവേദം പുതിയ പടത്തിലത്തെ പാട്ടാണല്ലോ. അപ്പം അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഈ പടം കണ്ടതിന് ശേഷം തന്നെയാണ് പഴയ പടം കണ്ടത്. ചെറിയ ഷോർട്ട് ക്ലിപ്സൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഫുള്ള് കണ്ടത് ദിനേശ് തന്നെയാണ്. പിന്നെ മറ്റുള്ളവർ കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കണ്ടന്റ്. അപ്പോൾ ഇത് ചലഞ്ചല്ല. അപ്പോൾ നമ്മളുടെ ഈ 90 കിഡ്സിൽ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ 2K കിഡ്സായാലും കുഴപ്പമില്ല, വീഡിയോ കാണണമെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ നിർവേദം പോലത്തെ ഏതെങ്കിലും പടങ്ങൾ ഭാവനയെന്ന് അവിടെ എവിടെയെങ്കിലും കണ്ട അനുഭവങ്ങൾ, ആ പോണ നേരത്തെ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ്, ആരെങ്കിലും കാണുമെന്നുള്ള ടെൻഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ചിലപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ചിലർക്ക് എന്തപ്പോൾ ഇത് ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അതിന് മാത്രമൊന്നും ആ പടത്തിലില്ല. അത് അന്നും ആ പടം കണ്ടിറങ്ങിയപ്പോൾ തോന്നിയിട്ടില്ല, ഇന്നും തോന്നണമൊന്നുമില്ല. പക്ഷെ അതൊക്കെ തോന്നണവരുണ്ടാവും കേട്ടോ. എന്താ പറയുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഇന്ന് കാണാൻ പറ്റാത്ത വീഡിയോ കണ്ടൻ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഓരോരുത്തരുടെ ചിന്താഗതിയും വെവ്വേറെയാണല്ലോ. കോളേജ് ലൈഫിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാ, ഇങ്ങനത്തെ വല്ല സിനിമയ്ക്ക് പോയിട്ട് വല്ല ആരെങ്കിലും പരിചയമുള്ളവർ കണ്ടിട്ടുണ്ടാ, അങ്ങനെ കണ്ടവരൊക്കെ ഉണ്ട്. എന്നോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ നിർവേദം കാണാൻ പോയിട്ട് അറിയുന്ന ആളെ കണ്ടിട്ട് നൈസായിട്ട് തിയേറ്ററിൻ്റെ സൈഡിലേക്ക് മാറി നിന്നിട്ട് പിന്നെ ഒതുങ്ങി സൈഡിൽ പോയിരുന്ന ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴല്ലേ സീറ്റ് അറേഞ്ച്മെൻറ്റ് ഇന്ന സീറ്റിൽ ഇരിക്കണം എന്നൊക്കെയുള്ള സംഭവമൊക്കെ എത്ര സ്ട്രിക്റ്റ് ആയത്. അന്ന് സാധാരണ ഭാവനയിൽ ലിറ്റിൽ ഭാവനയിലുണ്ട്, മറ്റേ ഭാവനയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയ കുറേ സീറ്റുള്ള ഭാവനയിലൊന്നും അതില്ല. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാ, വീട്ടിൽ ഇറങ്ങിയിട്ട് ചീത്ത കിട്ടിയിട്ടുണ്ടാ, അടി കിട്ടിയിട്ടുണ്ടാ, അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ അറിയുന്നുണ്ടാവും. ഡെയിലി ചെയ്യുന്ന വീഡിയോ നൈറ്റ് ഞാൻ വീട്ടിൽ പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോഴും വീട്ടുകാരെ അറിയുണ്ടാവുള്ളൂ. അത് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ മുഴക്കണത് കാലത്ത് ഒരു 12:30 ഷോ, അതായത് ക്ലാസ്സൊക്കെ ഏകദേശം ഒരു 1 മണി 1 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. ഞങ്ങളൊക്കെ 1:10 ബസ്സിനെ, ഞങ്ങളുടെ അവിടുത്തെ റൂട്ട് ബസ്സിനെ പള്ളിക്കര അന്ന് VK തോന്നുന്നുണ്ട് ആ സമയത്ത്. ഇപ്പോൾ പള്ളിക്കര എന്നാണ് ബസ്സിൻ്റെ പേര്. ആ ബസ്സിൽ 1:10 ബസ് കുന്നോളത്ത് ഒരു 1:30 ചേർന്നിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തും ബസ്. ആ ബസ്സിലാണ് കോളേജ് കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ അന്നത്തെ ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ഒരു 12 മണി 12:30 ആണ്, 12 മണി കഴിഞ്ഞിട്ടാണ് ഷോ. ഇപ്പോൾ ഒക്കെ ഈ ഞങ്ങളുടെ നാട്ടിൽ B സിനിമാസൊക്കെ 9:30, കാലത്ത് 9:30, 10:30, 11:30, 12:30, രാത്രി 12 മണിക്ക് വരെ ലാസ്റ്റ് ഷോ ഒക്കെ ഉണ്ട്. അന്നൊന്നും അങ്ങനെയില്ല, അത്ര ഷോസ് ഒന്നുമില്ല. അത് പിന്നെ പ്രേമമുള്ള സമയത്തൊക്കെ കുറേ ഷോസ് അടുപ്പിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പറഞ്ഞ വാക്കുപിഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കുക. ഇത് ഈ ഒരു കഥ പറയാം എന്നുള്ള സംഭവം എന്നെ താല്പര്യമുള്ള അല്ലെങ്കിൽ എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള പലരും പേഴ്സണലി വിളിച്ചു മെസ്സേജ് അയച്ചു നീ ഇത് ചെയ്യണം, വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുക, വിശേഷങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ നീ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കേൾക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഡെയിലി കണ്ടന്റ് ചെയ്ത് വരുന്നത്. ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ തുടർന്ന് പോകണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയുക, വിശേഷങ്ങൾ ഷെയർ ചെയ്യുക. ബായ്.